സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിരുന്നു, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഓവർ റേറ്റഡ് ആയിട്ട് തോന്നിയ ഒരു റെസ്റ്റോറന്റ് ഒരു ഭക്ഷണത്തിന്റെയോ പേര് പറയാവോ? അത് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ഞാൻ പോയി വിസിറ്റ് ചെയ്ത് അതിന്റെ ഫുൾ റിവ്യൂ തരുന്നതായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വന്നതും ഏറ്റവും കൂടുതൽ പേർ കമന്റ് ചെയ്തതും ഞാൻ രണ്ടാമത് പോയിട്ടപ്പോഴത്തേക്കും വീണ്ടും പോകണമെന്ന് പറഞ്ഞതുമായ റെസ്റ്റോറന്റ് ആണ് ഷെഫ് പുള്ളിയുടെ നിർവാണ ഫിഷ് നിർവാണ. ഭയങ്കര ഓവർ റേറ്റഡ് ആണെന്ന് പലരും പറഞ്ഞു. സോ ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചു. ദിസ് ഈസ് മൈ ഒപ്പീനിയൻ. സോ ഞാൻ കഴിച്ചത് നിർവാണ സീർ ഫിഷിന്റെ ആണ് കേട്ടോ. അതിന്റെ ബില്ല് ഇവിടെ ഇരിപ്പുണ്ട്. 850 രൂപയാണ്. സീർ ഫിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിങ് ഫിഷ് അല്ലെങ്കിൽ നമ്മുടെ നെയ്മീൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ആണ് ഞാൻ കഴിച്ചത്. ഒരു സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ എഗ് അപ്പം 2 എഗ് അപ്പം 40 രൂപയാണ് പറഞ്ഞത്. അത് വെച്ച് 2 80 രൂപയായി. ചപ്പാത്തി 3 കഴിച്ചു. 1 22 രൂപ വെച്ച്. ഇതാണ് കഴിച്ചത്. 1046 രൂപ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് കഴിച്ചത് കേട്ടോ. വളരെ പുതിയതായിട്ട് അവർ ഈഞ്ചക്കിൽ ഓപ്പൺ ചെയ്ത 5 ഡയർ റെസ്റ്റോറന്റ് ആണ്. അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇനി എന്താണ് ഞാൻ അവിടെ അതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നീറ്റ് ആൻഡ് ക്ലീൻ റെസ്റ്റോറന്റ് ആണ്. ഓഫ് കോഴ്സ് നമുക്കത് എടുത്ത് വരേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. കാരണം 5 ഡയർ റെസ്റ്റോറന്റ് ആണ്. പിന്നെ ഷെഫ് പുള്ള റെസ്റ്റോറൻസ് ഒക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയും കീപ്പ് ചെയ്യുന്ന റെസ്റ്റോറൻസ് ആണ് അവരുടെ എല്ലാം. സ്റ്റാഫിന്റെ ബിഹേവിയർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഓക്കെ ആയിട്ട് മാത്രമാണ് തോന്നിയത്. സർവീസ് ഒന്നും ഭയങ്കര കിളിലോട്ട് തോന്നിയില്ല. കാര്യം ഞാൻ ആദ്യം വന്നിരുന്ന സമയത്ത് അവർ സ്റ്റാഫ് ഒരാൾ വന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി വന്നു. ഓർഡർ എടുത്തിട്ട് പോയി. പിന്നെ 2-3 പേര് വീണ്ടും ചോദിച്ചു ഓർഡർ എടുത്തു. അതുവരെ കാര്യങ്ങൾ ഓക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ വെള്ളം കൊണ്ടുവയ്ക്കുക, ഹോട്ട് വാട്ടർ കൊണ്ട് ഒഴിക്കുക എന്നുള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പിന്നീട് ഞാൻ ചോദിച്ചതിന് ശേഷമാണ് കൊണ്ടുവന്നത്. ഈവൻ ബില്ല് പോലും ഞാൻ ഹാൻഡ് വാഷ് ചെയ്ത് തിരിച്ചു വന്നിട്ട് ഞാൻ 2 മിനിറ്റോടെ നിന്നു. ആദ്യം ഞാൻ പോയപ്പോഴത്തേക്ക് ഞാൻ ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞു ബില്ല് കൊണ്ടുവയ്ക്കാൻ. അത് അവരെ കേട്ടാതെ എവിടെയോ പോയി. തിരിച്ച് ഞാൻ വന്ന സമയത്ത് ബില്ല് കണ്ടില്ല. പിന്നെ ഞാൻ അവിടെ നിന്നു. രണ്ടാമത് അവർ ബില്ല് ഞാൻ കൗണ്ടറിൽ പോയി അവിടെ നിന്ന് ഔട്ട് ചെയ്ത് എടുത്തിട്ട് ബില്ല് പേ ചെയ്തിട്ടാണ് പോയത്. സോ അത് ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ അത്രയും പേയ്മെന്റ് കൊടുത്തല്ലേ കഴിക്കുന്ന റെസ്റ്റോറൻറ്റിൽ അതൊരു ടേബിൾ ഒരാൾ കൊടുത്തതിന് അവർ കൃത്യമായി നോക്കണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ മോശമായിട്ട് ഞാൻ പറഞ്ഞില്ല. അത്യാവശ്യം തിരക്കുള്ളായിരുന്ന റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എങ്കിൽ പോലും അവരത് കീപ്പ് ചെയ്യണം, ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. സോ ബിഹേവിയർ ആണെങ്കിൽ പോലും ചില സ്റ്റാഫുകൾ ഭയങ്കര സ്മൈലി ആയിട്ട് നല്ല ചിരിച്ചുകൊണ്ട് നമ്മൾ അറ്റൻറ്റീവ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഉണ്ടായിരുന്നു. ചിലർ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവരൊരു ഈ ഒരു സാധനം അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ സ്റ്റാഫുകളും ഓക്കെയല്ല. ബട്ട് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ്, ഫൈൻ ഡൈൻ പോലത്തെ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ സർവീസ് പ്രതീക്ഷിച്ച് നമ്മൾ അതിന് കൂടിയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ആ ആംബിയൻസ് എല്ലാം ഉൾപ്പെടുന്നത്. സോ അവിടെ നമ്മൾ കീറി മുറിച്ച് എൻ്റെ കാര്യങ്ങൾ പറയും. ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിന്റെ സ്റ്റാൻഡേർഡിലല്ല അവർ ആ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് പോയത്. സോ അത് ഞാൻ പറയും. ഓക്കെ. ദെൻ ബാത്റൂംസ് എല്ലാം ക്ലീൻ ആണ് കേട്ടോ. ബാത്റൂം ഒന്നും എനിക്ക് മോശമായിട്ട് തോന്നിയില്ല. മെൻ ആൻഡ് വുമൺ 2 സെക്ഷനായിട്ട് അവരുണ്ട്. വാഷ് ഏരിയ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വാഷ് ഏരിയ ഇല്ല. നമ്മൾ ബാത്റൂമിന്റെ മെന്നിനകത്തോട്ട് കയറുമ്പോൾ അതിനകത്താണ് വാഷ് ഏരിയ. അതുപോലെ വുമൺ ആണെങ്കിൽ വുമണിനകത്ത് കയറുമ്പോൾ അതിനകത്താണ് വാഷ് ഏരിയ ഉള്ളത്. വാഷ്റൂമൊക്കെ ഓക്കെയാണ്. അതൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ക്ലീൻ നീറ്റ് എല്ലാ സെറ്റപ്പ് ഒക്കെ അടിപൊളിയായിരുന്നു. ഈ ഫുഡ് ഏകദേശം 15 മിനിറ്റോളം അവർ പറഞ്ഞു ഡിലേ. അത് കാണും. സ്റ്റാൻഡേർഡ് ടൈമിൽ 15 മിനിറ്റ് എന്തായാലും കാണാൻ ഒരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനമാണെങ്കിൽ 50 മിനിറ്റ്സ് ആയപ്പോഴത്തേന് സാധനം കൃത്യസമയത്ത് അവർ പറഞ്ഞപ്പോൾ തന്നെ സാധനം വന്നു. ഇനി ഈ നിർവാണ ആക്ച്വലി ഗൈസ്, ഞാൻ ഡെയിലി ഫിഷ് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. എല്ലാ ദിവസവും മീൻ കഴിക്കുന്ന ആളാണ്. എൻ്റെ മദറാണെങ്കിൽ പോലും ഡെയിലി മീൻ കഴിക്കും. അപ്പം ഞാൻ ആലോചിക്കുന്നത്, എനിക്ക് ഈ ഒരു സാധനം കഴിച്ചുകൊണ്ട് സിൻസിയറായിട്ട് പറയണമെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊരു വികാരവും തോന്നിയില്ല. ആ ഗ്രേവി അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. ഐ ഫെൽറ്റ് ലൈക്ക് 850 രൂപ ഒരു സിംഗിൾ പീസ് സാധനം. ഓഫ് കോഴ്സ് ഇതൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആണ്. ബട്ട് അത് എനിക്കത് വർത്തായിട്ട് തോന്നിയില്ല ഗൈസ്. വർത്തായിട്ട് മീൻസ് ലൈക്ക് അത്രയും ഒരു ഭീകര അയ്യോ കിടിലം സാധനം എന്ന് പറയാൻ വേണ്ടി എനിക്കിത് ഫീൽ ചെയ്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കിത് ഫീൽ ചെയ്തില്ല. മേ ബി കരിമീൻ്റെയും പനീറിലും ഈ പറയുന്ന സാധനം ഉണ്ട് കേട്ടോ. ഈ പറയുന്ന നിർവ്വാണമുണ്ട്. ഞാൻ വാങ്ങിച്ചത് സീർ ഫിഷ്. കിങ് ഫിഷിനാണല്ലോ ഇവർ ഫേമസ്. അപ്പോൾ അതുകൊണ്ടാണ് അത് വാങ്ങിച്ചത്. മറ്റേത് 100 രൂപ കുറവാണ്. 750 ആണെന്ന് തോന്നുന്നു എനിക്കൊന്ന് കരിമീൻ്റെത്. പനീറിന്റെ 450 എന്തോ കൊണ്ടാണ് റേറ്റ് വരുന്നത്. ആ മുട്ടയപ്പം പോളി സാധനം കേട്ടോ. കീടിലായിട്ട് വരുന്നത്. അത് പറയാതിരിക്കും വയ്യ. നല്ല കീടില്ല. പിന്നെ ഫ്രഷ് ആയിരുന്നു എല്ലാ സാധനങ്ങളും. മീനിന്റെ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ മീനിന്റെ കാര്യങ്ങൾ അതൊന്നും ഒരു കോംപ്രമൈസോ ഇല്ല. എല്ലാം ഫ്രഷ് കീടില അടിപൊളി സാധനമായിരുന്നു. ഇവൻ മുട്ടയപ്പോണെങ്കിൽ നല്ല വിളുമ്പൊക്കെ മുഴുവനായിരിക്കുന്ന കീടില സാധനം കേട്ടോ. അത് മാത്രമായിട്ട് നമുക്ക് കഴിക്കാം. അത് മാത്രമാണെങ്കിൽ 205 എണ്ണം ഞാൻ അവിടെ നിന്ന് കഴിക്കും. അമ്മാതിരി ടേസ്റ്റുള്ള സാധനം. ആ മുട്ടയപ്പം മാത്രമായിട്ട് കഴിയാൻ പറ്റും. ഇവൻ ചപ്പാത്തി ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞ അപ്പോൾ ഫ്രഷ് ആയിട്ട് അവർ മേക്ക് ചെയ്ത് ചുട്ട് കൊണ്ട് തരുന്ന സാധനമാണ്. അല്ലാതെ ഈ പാക്കറ്റ് സാധനങ്ങളൊന്നും അല്ല. അവർ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കില്ലല്ലോ. ഓഫ്കോഴ്സ്. അപ്പോൾ അതുകൊണ്ട് അത് ആ സ്റ്റാൻഡേർഡ് ആ ലെവലിലൊക്കെ അവരെല്ലാം അടിപൊളിയായിട്ടാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഈ നിർവ്വാണയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ആ മീൻ ഗ്രില്ല് ചെയ്ത മീനിനെ അവർ തേങ്ങാപ്പാലാണ് അതിന്റെ മെയിൻ സാധനം. തേങ്ങ കൊത്തിട്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് കുരുമുളക്, മുളക് പൊടി, പച്ചമുളക് ഉണ്ട്. ഈ ഇമാതിരി സാധനങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് സിമ്പിൾ റെസിപ്പി ആവാൻ സാധ്യതയുണ്ട്. അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലിന്റെ ആ ഒരു ഗ്രേവി ഇല്ലേ, ആ ഗ്രേവി നമുക്ക് ഒഴിച്ചിട്ട് ഈ അപ്പത്തിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞു എനിക്കത് ഭയങ്കര ഒരു അടിപൊളി ഒരു വൗ ഫാക്ടർ അടിക്കുന്ന ഒരു സാധനമായിട്ട് തോന്നിയില്ല. മേ ബി ഞാൻ ഫിഷ് കഴിക്കുന്ന ആളായതുകൊണ്ട് ഫിഷ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഫിഷ് വിഭവങ്ങളെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ അത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചെടുക്കുന്ന ആളല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കത് ഓക്കെ ആയിട്ടുള്ള ഡിഷായിട്ട് തോന്നി. മോശമല്ല കേട്ടോ. ഒരു കിടിലൻ ഡിഷ് തന്നെയാണ്. ബട്ട് പറയുന്ന സാധനത്തിലുള്ള ഹൈപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. എനിക്ക് അത്രയും ഹൈപ്ഡ് ആയിട്ടൊരു സാധനമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല സാധനമാണ്, നല്ല ഇഷ്ടമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വ്യത്യസ്ത അനുഭവത്തിന് വേണ്ടി ഷെഫ് പിള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നിർവ്വാണ എന്ന് പറഞ്ഞ സാധനം കഴിക്കാനുള്ള ഒരു ആഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ ലൈഫിൽ ഒരു വട്ടം നിങ്ങളത് കഴിച്ച് നോക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കാം. മേ ബി ഞാൻ നെക്സ്റ്റ് ടൈം എപ്പോഴും പോകുമ്പോൾ എൻ്റെ കരിമീൻ ട്രൈ ചെയ്യും. അന്നേരം ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയാം. ബട്ട് ലൈക്ക് ഇതിപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നല്ലതാണ്. പക്ഷെ മീനിൻ്റെ ക്വാളിറ്റി ആൻഡ് ദ ഫ്ലഷ്, ആ ഒരു പീസ് അതെല്ലാം പക്കായിരുന്നു. പക്ഷേ ഒരാൾ നന്നായിട്ട്
കഴിക്കുന്ന ഒരാൾക്ക് ആ ഒരു സിംഗിൾ മീൻ കൊണ്ട് ഒരിക്കലും നമുക്കത് തൃപ്തിയാവാൻ സാധ്യതയില്ലെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത്യാവശ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ 850 rupees കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സിംഗിൾ പോർഷൻ വാങ്ങിച്ച് മീൻ കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രയും തൃപ്തിയാവുമെന്ന് ചോദിച്ചിട്ട് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ തൃപ്തിയാവില്ല. ബട്ട് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമ്മൾ അത്രയും വയറ് നിറഞ്ഞു കഴിക്കാൻ വേണ്ടി ഒന്നും ഫുഡ് കഴിക്കാറില്ല. നമ്മൾ ആ ഒരു സാധനം പോഷൻ വാങ്ങിച്ചതിന് ബാക്കിയുള്ള ഗ്രേവിയുടെ കലർത്തി ബാക്കിയുള്ള സാധനങ്ങളെ മിക്സ് ചെയ്ത് കഴിക്കാനാണ് സാധ്യത. സോ ഞാൻ പറഞ്ഞു ആ ഗ്രേവി ആ മുട്ടയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ മുട്ടയപ്പോടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈവൻ ചപ്പാത്തി വാങ്ങിച്ചപ്പോൾ ചപ്പാത്തിയുടെ കൂടെ പോലും ആ ഗ്രേവി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സോ അതാണ് എൻ്റെ ഹൈലൈറ്റ്. എരിവുള്ള സാധനമല്ല, എരിവ് വളരെ സട്ടിലായിട്ടുള്ള ചെറിയ എരിവാണുള്ളത്. അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. നാടൻ വിഭവത്തിൻ്റെ ഒരു ടേസ്റ്റും നല്ല സ്മെല്ലുണ്ട്, തേങ്ങയുടെ നല്ല സ്മെല്ലിങ്ങനെ മണത്തെടുക്കാൻ പറ്റും. ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നിയ അനുഭവം. ബട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ വാവ് അടിച്ചൊരു സാധനമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ നല്ലൊരു വിഭവമാണ്, നല്ലൊരു സാധനമാണ്. ഷെഫ് പിള്ള ഇൻട്രൊഡ്യൂസ് ചെയ്ത ഐറ്റം ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ടായിരിക്കും ഞാൻ 850 രൂപ റേറ്റ് കൊടുക്കുന്നത്. പിന്നെ ഈ നെയ്മീന് നല്ല റേറ്റാണ്, സീർ ഫിഷ് നല്ല റേറ്റുള്ള സാധനമാണ്. സോ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് അവർ ഇങ്ങനത്തെ ഒരു ആംബിയൻസിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവർ 850 rupees ആ സാധനം വരുന്നത് അതൊരു ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി എനിക്കത് തോന്നിയില്ല. കാരണം അയാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സാധനമാണ്, അയാൾക്ക് ഏത് വെല്ലും വിൽക്കാം. ബട്ട് ആ പ്രൈസിന് ഈ സാധനം വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമുക്കത് വാവ് അടിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. 850 രൂപ നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ അയ്യോ എന്ന് പറയാൻ വേണ്ടി ഒരു സാധനം എനിക്കത് പേഴ്സണലി എനിക്കത് ഫീൽ ചെയ്തില്ല. ബട്ട് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്, ഒരുപാട് ഹൈപ്പ് കിട്ടിയ ഒരു സാധനമാണ്. അത്രയ്ക്കും വേണ്ടി പറയാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഞാൻ മേ ബി ഫിഷിന്റെ ഒരാളല്ലാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് അതർവൈസ് ബാക്കി ഒരുപാട് ഡിഷ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ പാൽക്കൊഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം ഭയങ്കര ഫേമസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് കഴിക്കാൻ ട്രൈ ചെയ്യാൻ പറ്റില്ല. ഇത് കഴിച്ചിട്ട് ഞാൻ ആ മെനുവിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവർ നാടൻ വിഭവങ്ങൾക്കും ഫിഷിന്റെ ഐറ്റംസിനും ഇവർക്ക് ഒരുപാട് ഷെഫ് പിള്ള ഭയങ്കര ഫേമസ് ആണ്. ഷെഫ് പിള്ള ഫിഷിന്റെ ഐറ്റംസിൽ ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ പരിചയപ്പെടുത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം കേട്ടോ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം നിങ്ങൾ കമന്റിൽ എവിടെയെങ്കിലും ഇടുക. എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളത്? എനിക്ക് ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതൊരു അന്യായ ഒരു ഐറ്റം ആയിട്ട് തോന്നിയില്ല. ബട്ട് ഇറ്റ്സ് എ വെരി ഗുഡ് ആൻഡ് ഓക്കെ ഐറ്റം. നല്ലൊരു സാധനമാണ്, നമുക്ക് ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഫിഷ് നിർമ്മാണത്തെ പറ്റിയുള്ള എൻ്റെ പേഴ്സണൽ അഭിപ്രായം ആൻഡ് ദിസ് ഇസ് മൈ എക്സ്പീരിയൻസ് ഓൺലി. പിന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പാർക്കിംഗ് ഏരിയ ഒക്കെ വെളിയിൽ ഒരു സെപ്പറേറ്റ് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. സെക്യൂരിറ്റിക്കാരനൊക്കെ അവിടെ പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിയൊക്കെ വന്ന് നല്ല അറ്റൻറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോയി. നമുക്ക് ആദ്യമേ റെസ്റ്റോറൻറ്റിനകത്ത് കയറുമ്പോൾ തന്നെ അവർ സീറ്റിന് വേണ്ടി നമ്മളവിടെ പോയി ക്യൂ ഒന്നും നിൽക്കണം. നമ്മൾ വേറൊരു കൗച്ച് സൈഡിലുണ്ട്. ആ കൗച്ചിൽ നമ്മൾ ഇരിക്കുക. അവിടെ ഒരു സ്റ്റാഫ് വരും. അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും എത്ര പേരാണ് ചോദിക്കും. 2 പേരാണെങ്കിൽ 2 പേരെന്ന് പറയാം, 3 ആണെങ്കിൽ 3 പറയാം. അവർ അനുസരിച്ച് സീറ്റ് അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുത്തും. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നല്ല അറ്റൻറ്റീവ് ആയിരുന്നു. ആ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, നല്ലപോലെ ആയിരുന്നു. കിച്ചണൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് വെളിയിൽ ഇവിടെ നോക്കുമ്പോൾ കിച്ചൺ കാണാൻ പറ്റും. അവർ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ പറ്റും. ഭയങ്കര ഓർഗനൈസ്ഡ് ആണ് കേട്ടോ. കിച്ചണിൻ്റെ അകം ആ ലെഫ്റ്റ് സൈഡിൽ അവർ ആ ഒരു കുറച്ച് നമ്മൾ വേറെ വശത്തായിട്ട് നമ്മൾ ഈ ബിവറേജസിൻ്റെ ഒരു സെക്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. മൊയ്റ്റോസ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന മോക്ടെയിൽസ് ഒക്കെ അടിക്കുന്ന സാധനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മോക്ടെയിൽസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മൊയ്റ്റോയിൽ ഒരു പാഷൻ ഫ്രൂട്ട് മാംഗോ ഫിസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് അവരുടെ ഉണ്ട് കേട്ടോ. ഒരു മൊയ്റ്റോ സൗണ്ട് കിടിലായിട്ട് കേട്ടോ. അത് നല്ല സൂപ്പർ സാധനമാണ്. ഞാൻ മുന്നേ ഇവരെ ഒന്ന് കുടിച്ചിട്ടുണ്ട്. അത് ഇവിടെ ഉണ്ടായിരുന്നു മെനുവിൽ. ഇപ്പോൾ മെനുവിൽ പുതിയ ഞാൻ ഇതിന് മുന്നേ ഒരു വട്ടം ഷെഫ് പിള്ളയിൽ പോയിട്ടുണ്ട്. അന്നേരം ഞാൻ ഈ നിർവ്വാണം അല്ല വേറെ ഒന്നും ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആ സമയത്ത് ഒരു സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു ഇവിടെ ട്രിവാൻഡ്രത്ത്. ബട്ട് ഇപ്പോൾ മെനുവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വലിയൊരു ബുക്ക്ലെറ്റ് പോലെ കൊണ്ടുവന്ന് എല്ലാ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിട്ട് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ എടുത്തു പറയാം, ഫുഡിന് നല്ല ക്വാളിറ്റിയാണ്. നല്ല ഫിഷ് ആണെങ്കിൽ പോലും ഈ ആ തരുന്ന സാധനം നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കാരണം അത് ഫ്രഷ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഐറ്റമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമുക്കത് ഇനി നിർവ്വാണം ഇത്രയും ഫേമസ് ഒരു ഐറ്റം ആയതുകൊണ്ടായിരിക്കും, ഇത്രയും ഹൈപ്പിലിരിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ ഇത് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയില്ല. അത് എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ തോന്നാൻ വേണ്ടി ആ സാധനം ഇല്ലയോ ഉണ്ടോ എന്നുള്ളത് നിങ്ങളും കൂടി കമന്റ് ചെയ്യുക. കഴിച്ചിട്ടുള്ളവരുടെ അഭിപ്രായം പറയുക. ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ബൈ.